ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ഓരോ മത്സരാർത്ഥികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ നെവിൻ, ശൈത്യ, ബിന്നി എന്നിവര്. ആ സമയത്ത് അനീഷിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോ ശൈത്യ പറയുവാണ്, തനി തങ്കം. വന്ന ദിവസം മുതല് അനീഷേട്ടൻ പുള്ളിയുടെ സ്റ്റാൻഡിൽ നിന്ന് മാറിയിട്ടില്ല, നിലപാടുള്ള മനുഷ്യൻ എന്നാണ് അനീഷിനെ പറ്റി പറഞ്ഞത്. അനീഷിനെ തനി തങ്കം എന്ന് വിളിച്ചിരിക്കുകയാണ് ശൈത്യ. അതുകൂടാതെ നിലപാടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ കൂട്ടത്തില് അക്ബർ ഫേക്ക് ആണ് എന്ന് ശൈത്യ പറഞ്ഞു. ഓരോരുത്തരെ പറ്റി ഓരോ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഈ രീതിയിലുള്ളൊരു വർണ്ണന ആരെ പറ്റിയും പറഞ്ഞില്ല. കാരണം ആരും അവിടെ അത്രയും റിയൽ ആയിട്ട് നിൽക്കുന്നില്ല. കുറച്ചെങ്കിലും ഉള്ളത് ഷാനവാസ് ആണ്. സീസൺ 7 ഏറ്റവും റിയൽ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആരാണ് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസ് അനീഷ്, ഷാനവാസ് എന്നിവരാണ്. അതില് അനീഷ് കളിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡിൽ നിന്നും മാറാതെ ഉള്ള ഒരു ഗെയിമാണ്. സ്വന്തം അഭിപ്രായത്തിൽ നിന്നും അല്ലെങ്കിൽ നിലപാടിൽ നിന്നും ഇതുവരെ പുള്ളി ഒരു രീതിയിലും വിട്ടു മാറിയിട്ടില്ല. അതേപോലെ തന്നെ എല്ലാവരെയും തന്നെ എതിരാളികളായിട്ട് കണ്ട് ഗെയിം കളിക്കുന്നു. ഇത് രണ്ടുമാണ് അനീഷിൽ കണ്ട ഏറ്റവും വലിയ പോസിറ്റീവ്സ്. പിന്നെ ഈ ഒരു അനിമോൾ ജിസേൽ വിഷയത്തില് അനീഷ് എടുത്തൊരു നിലപാടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ജിസേലിനെ അന്ധമായിട്ട് പിന്തുണയ്ക്കുന്ന ഒരു നിലപാടല്ല. അവിടെയുള്ള മറ്റ് മെയിൽ കണ്ടസ്റ്റൻസ് എടുത്ത പോലെ ഒരു അന്ധമായിട്ട് ജിസേലിന്റെ പുറകെ നടന്ന് ജിസേലിനെ പിന്തുണയ്ക്കുന്ന ഒരു പാവാട നിലപാടല്ല അനീഷ് എടുത്തത്. അതേപോലെ തന്നെ ഷാനവാസും അനീഷ് എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും അതിൽ ഓവറായിട്ട് ഇടപെടാതെ ഉള്ള ഒരു നിലപാടാണ് അനീഷ് എടുത്തത്. അത് തന്നെ ഒരു വളരെ വലിയ പോസിറ്റീവ് ആയിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ശൈത്യ അനീഷിനെ പറ്റി തനി തങ്കം എന്ന് പറഞ്ഞത്.